ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു വോൾവോയുടെ XC90 ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് സർവീസിനും അതേമാതിരി തന്നെ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ സർവീസ് ഡ്യൂവിൻ്റെ വാണിംഗ് നിങ്ങൾക്ക് കാണാം, 0 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വാഹനത്തിൽ സർവീസ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എത്രയാണ് കപ്പാസിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഒരു വാഹനം മാനുവലായിട്ട് എങ്ങനെ എഞ്ചിൻ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, റീസെറ്റൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, മാനുവലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ ഞാൻ ഈ ഒരു വാഹനത്തിൽ ഞാൻ നിങ്ങളെ സ്കാനർ ഉപയോഗിച്ചാണ് ഞാൻ റീസെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെ മാനുവലി ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കൂടുതലൊന്നും തള്ളി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഞാൻ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേമാതിരി തന്നെ എങ്ങനെ മാനുവൽ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് മാക്സിസിൻ്റെ ടൂൾ ഉപയോഗിച്ചാണ് ഞാൻ റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇതിൻ്റെ DTCയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് അതിൻ്റെ DTCയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതേമാതിരി തന്നെ ആ DTC എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് റീസെറ്റ് സ്കാനർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റീസെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല, റീസെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇച്ചിരി നമ്മളതിൻ്റെ ആ ഫോളോ ചെയ്ത കാര്യങ്ങൾ പ്രൊസീജിയർ കറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ സമയം കളയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാനുവലായിട്ട് നമ്മൾ കയ്യിൽ ഓൾറെഡി സ്കാനർ ഉണ്ട്. അപ്പോൾ സ്കാനർ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അതേമാതിരി തന്നെ എങ്ങനെ ഈ വാഹനത്തിൽ ഇഗ്നിഷൻ ഓൺ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മാക്സിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ ഓയിൽ റീസെറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്, ഓയിൽ റീസെറ്റ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാറുന്നത് കാണാൻ സാധിക്കും. ഇത് കണ്ടല്ലോ, ഞാൻ ഓട്ടോ ഓയിൽ റീസെറ്റ് പ്രസ് ചെയ്ത് ഉടനെ തന്നെ അത് കംപ്ലീറ്റഡ് ആയി. അതേമാതിരി തന്നെ ഇവിടെ 15,000 കിലോമീറ്ററും 360 ഡേയ്സിലോട്ടും മാറിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, കംപ്ലീറ്റഡ് ആയി. ഇനി അതേമാതിരി തന്നെ നിങ്ങൾക്ക് സ്കാനർ ഉപയോഗിച്ചും ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഞാനിപ്പോൾ റീസെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസവും വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5.6 ലിറ്ററാണ്, ഇൻക്ലൂഡിങ് ഓയിൽ ഫിൽട്ടർ. അപ്പോൾ എപ്പോഴും ഓയിൽ ഫിൽട്ടർ മാറുന്ന സമയത്ത് 5.6 ലിറ്റർ കറക്റ്റ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ലെവൽ ചെക്ക് ചെയ്താണ് കറക്റ്റ് തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്ത് കുറവോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ കണ്ടല്ലോ, 5.6 ലിറ്റർ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ ഓയിൽ ലെവലും കറക്റ്റാണ്. ഇനി അതേമാതിരി തന്നെ ഓയിലിൻ്റെ ഞാൻ പറഞ്ഞു ഓയിലിൻ്റെ ലെവൽ നിങ്ങൾക്ക് സ്കാനർ ഉപയോഗിച്ചും ചെക്ക് ചെയ്യാം. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഓയിലിൻ്റെ സ്കാനർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ടെമ്പറേച്ചർ 70 ഡിഗ്രിക്ക് താഴെ ആയിരിക്കണം. ഇതിപ്പം ആക്ച്വലി എന്ന് പറയുന്നത് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ ഇതിൻ്റെ അകത്ത് 85 മുകളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം സ്കാനർ ഉപയോഗിച്ച് മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അതിൻ്റെ ഇത് കൂൾ ഡൗൺ ആയിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾ ആ പ്രൊസീജിയർ ഞങ്ങൾ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഞാനിപ്പോൾ ഓൾറെഡി മാനുവലായിട്ട് ഞാൻ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എന്തായാലും അറിയാം നമ്മൾ കറക്റ്റ് തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ കറക്റ്റ് തന്നെ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമേ നിങ്ങളുള്ളൂ. ആ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഇവർക്ക് ദുബായിലും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.